നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി പ്രണാമം. കൃഷ്ണ മാതാജി പ്രണാമം. മാതാജി ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ നാനാംശനാശനാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ച പതാക സ്വാമി ഇതി നാമിനെ നമാചാര്യ പാദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാദാമദായ നഗര ഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. നമോ മഹാ വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് മന്ദിർ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഷോർട്ട് ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തന്മാർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഓം നമോ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഭമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാതന മന്നിഷ്ഠാരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ग्रंथरा श्रीमद् भागवतम की जय, श्री प्रभुपाद की जय, गुरु महाराज की जय. श्रीमद् भागवतम की जय. श्रीमद् ഭാഗവതം സ്കന്ധം 1 അധ്യായം 7 ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. ശ്ലോകം 35. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈനം പാർത്ഥാർഹസിത്രാതും ബ്രഹ്മബന്ധൂമിമം ചഹി ജോസാവനാഗസസുപ്താൻ അവധീനിശിബാലകാൻ. എല്ലാവർക്കും ചൊല്ലാം ഒരു പ്രാവശ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈനം പാർത്ഥാർഹസിത്രാതും ബ്രഹ്മബന്ധൂമിമം ചഹി ബ്രഹ്മബന്ധൂമിമം ജഹി ജോസാവനാഗസസുപ്താൻ അവധീനിശിബാലകാൻ.
മാ ഏനം ഒരിക്കലും ഇവനോട് പാർത്ഥ അല്ലയോ അർജുന അർഹസി അർഹിക്കുന്നു ത്രാതും മോചനം നൽകുക ബ്രഹ്മബന്ധും ഒരു ബ്രാഹ്മണ ബന്ധു ഇമം ഇവന് ജഹി വധിക്കുക ഇവൻ ആരാണോ അസൗ അവരെ അനാഥസഹ നിരപരാധിയായ സുൽത്താൻ ശയിക്കുന്ന വേളയിൽ അവധിയിൽ വധിച്ചു നിശി രാത്രിയിൽ ബാലന്മാർ. വിവർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത സംശയ പ്രഭുപാദിച്ചേ. ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്തു, അല്ലയോ അർജുന, നിദ്രയിലായിരുന്ന നിരപരാധികളായ ബാലന്മാരെ വധിച്ചവനാകിയാൽ ബ്രാഹ്മണ ബന്ധുവായ ഇവനെ മോചിപ്പിച്ചുകൊണ്ട് നീ ദയ കാട്ടരുത്. അപ്പോൾ നമ്മൾ ഇവിടെ സന്ദർഭം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അശ്വത്ഥാമാവിന് പുറകെ പോയപ്പോ അശ്വത്ഥാമാവ് ഭയം കാരണം, ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കാരണം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. അത് പിൻവലിക്കാൻ അറിയില്ല എങ്കിൽ പോലും ഇപ്പോ അർജുനനോട് ഭഗവാൻ പറയാണ്, ആ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ വേണ്ടി ഈ ഒരു ബ്രഹ്മാസ്ത്രം കൊടുത്തു വിടൂ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ 2 ബ്രഹ്മാസ്ത്രത്തെയും പിൻവലിക്കുന്നു അർജുനൻ. അതിനുശേഷം അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി, അല്ലെ? നമ്മള് നേരത്തെയുള്ള ശ്ലോകത്തിൽ കണ്ടു, ഒരു മൃഗത്തെ എന്ന പോലെ പിടിച്ചു കെട്ടി. ബ്രാഹ്മണപുത്രനായിരുന്നിട്ടും അശ്വത്ഥാമാവിനെ അർജുനൻ ഒരു മൃഗത്തെ എന്ന പോലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും വധാർഹമായ പ്രവൃത്തിയാണ് ആര് ചെയ്തിട്ടുള്ളത്? അശ്വത്ഥാമാവ്. അതുകൊണ്ട് തന്നെ അവൻ അർഹിക്കുന്നു അത് എന്നും പറയുന്നു, അല്ലെ? ഇവിടെ ഭഗവാൻ തന്നെ പറയാണ് അർജുനനോട്, എന്താ പറയുന്നേ? നിദ്രയിലായിരുന്ന നിരപരാധികളായ ബാലന്മാരെ വധിച്ചവനാകിയാൽ ബ്രാഹ്മണ ബന്ധുവായി ഇവനെ മോചിപ്പിച്ചുകൊണ്ട് നീ ദയ കാട്ടരുത്. അപ്പൊ നീ ഇവരോട് ഒരു ദയയും കാണിക്കരുത്. എന്തുകൊണ്ടാണ്? ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയാണ്, അല്ലെ? ശരിക്കും യുദ്ധനീതി എന്ന് പറഞ്ഞാൽ തന്നെ ആയുധം വെച്ച ശത്രുവിനെ വധിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശത്രുവിനോട് യുദ്ധം ചെയ്യാനോ പാടില്ല എന്നുള്ളതാണ് യുദ്ധനീതി. ഇവിടെയാണെങ്കിലും ഇവരാണെങ്കിൽ കുട്ടികളാണ്, മാത്രമല്ല ഉറക്കത്തിലായിരുന്നു, അല്ലെ? ഉറങ്ങുമ്പോൾ ടെന്റിൽ വന്നിട്ടാണ് അവരെ വധിച്ചു കളഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള അവനോട് ഒരിക്കലും നീ ദയ കാണിക്കരുത് എന്ന് ഭഗവാൻ പറയാണ് അർജുനനോട്. ഭക്തി വേദാന്ത സ്വാമിഷ്ഠ പ്രഭുപാദിച്ചേ. ബ്രഹ്മബന്ധു എന്ന പദം പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജന്മമെടുത്തവനും എന്നാൽ ബ്രാഹ്മണൻ എന്ന് സംബോധന ചെയ്യാൻ യോഗ്യനല്ലാത്തവനുമായവനെ ബ്രാഹ്മണൻ എന്നല്ല, മറിച്ച് ബ്രാഹ്മണ ബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നു. ഹൈക്കോടതിയിലെ ന്യായാധിപന്റെ പുത്രൻ ഫലത്തിൽ ഹൈക്കോടതിയിലെ ന്യായാധിപനല്ല, എന്നാൽ ന്യായാധിപ പുത്രനെ ബഹുമാന്യനായ ന്യായാധിപന്റെ ബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ദോഷമില്ല. ആകയാൽ ഇപ്രകാരം ജന്മം കൊണ്ടൊരാൾ ഹൈക്കോടതിയിലെ ന്യായാധിപനാകുന്നില്ലയോ, അപ്രകാരം ജന്മാവകാശത്താൽ മാത്രം ആരും ബ്രാഹ്മണനും ആകുന്നില്ല. ബ്രാഹ്മണന് ആവശ്യം വേണ്ടുന്ന യോഗ്യതാ പ്രാപ്തിയിലൂടെയേ അത് സാധ്യമാകൂ. അപ്പോ ഇവിടെ ഭഗവാൻ അർജുനനോട് ബ്രഹ്മബന്ധു എന്നാണ് പറഞ്ഞത്, അല്ലെ? ഇവിടെ ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിത ബ്രഹ്മബന്ധുമിമം ജഹി, അല്ലെ? ബ്രഹ്മബന്ധു എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മബന്ധു എന്ന പദം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ബ്രാഹ്മണൻ എന്ന് ആര് പറയുന്നില്ല, ഇവിടെ ഭഗവാൻ പറയുന്നില്ല, അല്ലെ? ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്കും ബ്രാഹ്മണനാവാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയാണ്. ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി, അല്ലെ? ജഡ്ജിന്റെ മകൻ ഒരിക്കലും ജഡ്ജി അല്ല. അതുപോലെ എങ്ങനെയാണോ ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ മകന് ജഡ്ജി ആവാൻ സാധിക്കാത്തത്, അതുപോലെ തന്നെയാണ് ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനാവാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതിന് മിനിമം യോഗ്യത ഉണ്ട്, അല്ലെ? ആ യോഗ്യത ഉള്ള ഒരാളെ മാത്രമേ ബ്രാഹ്മണൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഹൈക്കോടതിയിലെ ന്യായാധിപൻ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. അതുപോലെ ബ്രാഹ്മണൻ എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഗുണമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ടല്ലേ, ഒരു ബ്രാഹ്മണന് വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അത് ആ യോഗ്യതകളുള്ള ഒരാൾക്ക് മാത്രമേ ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടാൻ അവകാശമുള്ളൂ. അല്ലാണ്ട് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയാൻ പാടില്ല എന്ന് ഭഗവാൻ ഇവിടെ വ്യക്തമായി പറഞ്ഞു തരുന്നു. അപ്പൊ ജന്മാവകാശം കൊണ്ട് നമുക്ക് ഒരിക്കലും ബ്രാഹ്മണനാകാൻ സാധിക്കില്ല. അത് നമ്മുടെ ഗുണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഹൈക്കോടതിയിലെ ന്യായാധിപ പദവി യോഗ്യനായ ഒരാൾ പ്രാപ്തമാക്കുന്നത് പോലെ ബ്രാഹ്മണ പദവിയും യോഗ്യതയാൽ മാത്രമേ പ്രാപ്തമാവുകയുള്ളൂ. ശാസ്ത്ര നിർദ്ദേശം എന്തെന്നാൽ ബ്രാഹ്മണ കുലത്തിലല്ലാതെ ഇതര കുലത്തിൽ ജനിച്ച ഒരു വ്യക്തി സദ്ഗുണ സമ്പന്നനായി കാണപ്പെട്ടാൽ ആ യോഗ്യനായ വ്യക്തിയെ ബ്രാഹ്മണനായി അംഗീകരിക്കണം. അതുപോലെ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനെങ്കിലും ബ്രാഹ്മണീയ ഗുണങ്ങളില്ലാത്ത ഒരാളെ അബ്രാഹ്മണൻ അഥവാ ബ്രാഹ്മണ ബന്ധുവായി കരുതി പെരുമാറണം. എല്ലാ ധാർമ്മിക തത്വങ്ങളുടെയും വേദങ്ങളുടെയും പരമാധികാരിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ
സ്വയം ഈ വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. താഴെ പ്രസ്താവിച്ചിരിക്കുന്ന ശ്ലോകങ്ങളിൽ ഇതിനുള്ള കാരണവും ഭഗവാൻ വിശദമാക്കുന്നു. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, നമ്മള് എങ്ങനെയാണോ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചിട്ട് യോഗ്യതയില്ലാത്ത ഒരാളിനെ ബ്രഹ്മബന്ധുവായിട്ട് കണക്കാക്കുന്നത്, അതുപോലെ തന്നെ താഴ്ന്ന കുടുംബത്തിൽ തന്നെ ആണെങ്കിലും ആ വ്യക്തി ബ്രാഹ്മണന്റെ യോഗ്യതകളുള്ള ആളാണെങ്കിൽ അയാളെ ബ്രാഹ്മണനായി പരിഗണിക്കണമെന്നും ഇവിടെ പറയുന്നു. കാര്യം ഒരു വ്യക്തി ഒരിക്കലും ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാകുന്നത്, അയാളുടെ കർമ്മം കൊണ്ടും ഗുണം കൊണ്ടുമാണ്. അപ്പൊ ആ വ്യക്തിക്ക് ആ ഗുണം ഇല്ല എങ്കിൽ ഒരിക്കലും അയാൾ ബ്രാഹ്മണ കുടുംബത്തിലാണെങ്കിലും ബ്രാഹ്മണനാകുന്നില്ല. എന്ന് മാത്രമല്ല, താഴ്ന്ന കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ആ വ്യക്തി ബ്രാഹ്മണീയ ക്വാളിറ്റീസ് ഗുണങ്ങളൊക്കെ കാണിക്കുന്നുവെങ്കിൽ, അയാൾക്ക് ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മള് ബ്രാഹ്മണനായി അംഗീകരിക്കണം എന്നും ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നുള്ള ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗുണകർമ്മ വിഭാഗശഃ എന്ന്. അപ്പൊ ഗുണത്തിനനുസരിച്ചാണ് വർണ്ണം വരുന്നത്, അല്ലാതെ നമ്മൾ ജനിച്ച കുലത്തിനനുസരിച്ചല്ല. ഇനി എന്തുകൊണ്ടാണ് ഭഗവാൻ അത് പറയുന്നത് ഇവിടെ അശ്വത്ഥാമാവിന്റെ കാര്യത്തിൽ താഴെ വരുന്ന ശ്ലോകത്തിൽ പറയുന്നു. ഓം നമോ ഭഗവതി വാസുദേവായ മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിപും ഹന്തി ധർമ്മവിത്ത്. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മത്തം പ്രമത്തമുന്മത്തം സുപ്തം ബാലം സ്ത്രിയം ജഡം പ്രപന്നം വിരഥം ഭീതം നരിപും ഹന്തി ധർമ്മവിത്ത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മത്തം അശ്രദ്ധനായ, പ്രമത്തം ലഹരി പിടിച്ച, ഉന്മത്തം ചിത്തഭ്രമമുള്ള, സുപ്തം നിദ്രയിലാണ്ട, ബാലം ബാലൻ, സ്ത്രീയം സ്ത്രീജനം, ജഠം മൂഢനായ, പ്രപന്നം കീഴടങ്ങിയ, വിരഥം രഥം നഷ്ടപ്പെട്ടവൻ, ഭീതം ഭയചകിതനായ ഇല്ല, രിപും ശത്രു, ഹന്തി വധിക്കുക, ധർമ്മവിത്ത് ധാർമ്മിക തത്വങ്ങൾ അറിയുന്ന ഒരുവൻ. കീർത്തനം ഭാഗവതം ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. ധാർമ്മിക തത്വങ്ങൾ അറിയാവുന്ന ഒരാൾ അശ്രദ്ധനായ, ലഹരി പിടിച്ച, ചിത്തഭ്രമമുള്ള, നിദ്രയിലാണ്ട, പേടിച്ചരണ്ട അല്ലെങ്കിൽ രഥം നഷ്ടപ്പെട്ട ഒരു ശത്രുവിനെ വധിക്കുകയില്ല. മാത്രവുമല്ല അവൻ ഒരു ബാലനെയോ ഒരു സ്ത്രീയെയോ ഒരു മൂഢജീവിയെയോ അല്ലെങ്കിൽ ഒരു കീഴടങ്ങിയ ആത്മാവിനെയോ വധിക്കാറില്ല. അപ്പോ യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ധർമ്മതത്വങ്ങളും നോക്കിയല്ല അല്ലെ, നമുക്ക് ഒരാളോട് കോപം വന്നു കഴിഞ്ഞാൽ അപ്പോ ആ വ്യക്തി അങ്ങ് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഈ കലികാലത്ത് കാണുന്നത്. പക്ഷേ ആക്ച്വലി ഈവൻ യുദ്ധത്തിൽ പോലും വളരെ ധാർമ്മികമായിട്ടാണ് അവര് ശത്രു രാജ്യത്തോട് പോലും ഡീൽ ചെയ്തിരുന്നത്. കാരണം തുടങ്ങുന്നതിന് ഒരു ടൈം ഉണ്ട് അല്ലെ, പിന്നെ ശംഖ് വിളിച്ചോണ്ടാണ് തുടങ്ങുക. അതുപോലെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവര് രണ്ട് ശത്രുക്കൾ തമ്മിൽ പോലും എന്താണ് മൈത്രി ഭാവത്തിലാണ് അവർ പെരുമാറുക. അത്ര പോലും അവരാരും പരസ്പരം ആക്രമിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ധാർമ്മിക തത്വങ്ങൾ അറിയാവുന്ന ഒരാൾ അശ്രദ്ധനായ, ലഹരി പിടിച്ച, ചിത്തഭ്രമമുള്ള, നിദ്രയിലാണ്ട, പേടിച്ചരണ്ട അല്ലെങ്കിൽ രഥം നഷ്ടപ്പെട്ട ഒരു ശത്രുവിനെ വധിക്കുകയില്ല. അപ്പോ ഉറങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ടവനോ അല്ലെ, ചിത്തഭ്രമം അതായത് മാനസിക വിഭ്രാന്തിയിലാണ്ട് പോയവരെയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുള്ള ഒരാളിനെയോ രഥം നഷ്ടപ്പെട്ട ആളിനെയോ അല്ലെ ആയുധം എടുക്കാത്ത ഒരാളിനെയോ ഒന്നും തന്നെ വധിക്കില്ല. ഒരു യഥാർത്ഥത്തിൽ ധാർമ്മിക തത്വപരമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. മാത്രവുമല്ല അവൻ ഒരു ബാലനെയോ ഒരു സ്ത്രീയെയോ ഒരു മൂഢജീവിയെയോ അല്ലെങ്കിൽ ഒരു കീഴടങ്ങിയ ആത്മാവിനെയോ വധിക്കാറില്ല. അതായത് അത്തരത്തിലുള്ള ധാർമ്മിക തത്വങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മൂഢജീവിയെ ഒന്നും ആക്രമിക്കില്ല. അതുപോലെ തന്നെ കീഴടങ്ങിയ ആത്മാവിനെയും വധിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വാളിറ്റീസ് സ്വതവേ ക്ഷത്രിയരായിട്ടുള്ളവരൊക്കെ ഉള്ളതാണ്. അപ്പൊ അവരൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അത് ധാർമ്മിക തത്വങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി. ഇവിടെ ആരാണുള്ളത്? ബ്രാഹ്മണനാണ് അല്ലെ. അശ്വത്ഥാമാവ് ബ്രാഹ്മണന്റെ പുത്രനായിട്ട് ജനിച്ചു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണനായിട്ടാണ് അവനെ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ അവന് ഇതൊന്നും ഒരു കൺസിഡറേഷനും അവൻ ചെയ്തില്ല. സ്വതവേ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടവരായിട്ടാണ് കണക്കാക്കുന്നത് അല്ലെ. അവരെ പോലും വധിക്കാന്ന് പറയുമ്പോൾ അത്രയും ഒരു നീചമായ പ്രവൃത്തിയാണ്. ഭാവാർത്ഥം ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദിക്ക്. പ്രതിരോധിക്കാത്ത ശത്രുവിനെ ധാർമ്മിക തത്വങ്ങൾ അറിയാവുന്ന ഒരു പോരാളി ഒരിക്കലും വധിക്കാറില്ല.
പണ്ടൊക്കെ യുദ്ധങ്ങൾ ധർമ്മതത്വ അനുസരണമാണ് നടത്തിയിരുന്നത്, അല്ലാതെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ആയിരുന്നില്ല. ശത്രു ലഹരി പിടിച്ചവനോ നിദ്രയിലോ അല്ലെങ്കിൽ മുകളിൽ പ്രസ്താവിച്ച ഏതെങ്കിലും വിധത്തിലോ ആണ് ഉള്ളതെങ്കിൽ അവനെ ഒരിക്കലും വധിക്കരുത്. ധർമാനുസൃത യുദ്ധത്തിന്റെ ചില നിബന്ധനകളാണിവ. പണ്ട് കാലങ്ങളിൽ സ്വാർത്ഥരായ രാഷ്ട്രീയ നേതാക്കളുടെ മനോരഥങ്ങൾക്കനുസരിച്ചല്ല യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. മറിച്ച് എല്ലാ തിന്മകളിൽ നിന്നും സ്വതന്ത്രമായ ധാർമ്മിക തത്വങ്ങൾക്ക് അനുസൃതമായിട്ടായിരുന്നു യുദ്ധം നടത്തി പോന്നിരുന്നത്. നാമമാത്രമായ അഹിംസയേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ധാർമ്മിക തത്വങ്ങൾ അനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന അഹിംസ. അപ്പോ ഇവിടെ നമ്മള് ഒരു ക്ഷത്രിയർ നടത്തുന്ന യുദ്ധത്തിന്റെ മഹത്വമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതായത് പണ്ടൊന്നും ശത്രുതാപരമായിട്ടല്ല യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് അധാർമികതയിൽ ചരിക്കുന്ന ആളുകൾക്ക് എതിരെയാണ് യുദ്ധം നടന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം ദുര്യോധനാദികളൊക്കെ അധാർമികരായിരുന്നു അല്ലെ. 6 വിധത്തിലുള്ള അധാർമികതയും ചെയ്തിട്ടുള്ളവരാണ് ആര്? ദുര്യോധനാദികൾ. അപ്പോ അധാർഹരാണ് അവര്. അങ്ങനെയുള്ളവരോട് മാത്രമാണ് യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. എല്ലാ തിന്മകളിൽ നിന്നും സ്വതന്ത്രമായ ധാർമ്മിക തത്വങ്ങൾക്ക് അനുസൃതമായിട്ടായിരുന്നു യുദ്ധം നടത്തിപ്പോകുന്നത്. അല്ലാണ്ട് എനിക്കിപ്പോ ഒരു യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ കുറച്ചു പേരെ കൊല്ലണം അങ്ങനെയൊന്നും ഉള്ള ഒരു മെന്റാലിറ്റിയോട് കൂടിയല്ല ആ ഒരു കാലഘട്ടത്തിലൊന്നും യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പറയുന്നു, നാമമാത്രമായ അഹിംസയേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ധാർമ്മിക തത്വങ്ങൾ അനുസരിച്ച് നിർവഹിക്കപ്പെടുന്ന ഹിംസ. അപ്പോ ധർമ്മതത്വം അനുസരിച്ച് ചെയ്യുന്ന ഹിംസ നമ്മള് പേരിനുള്ള ഒരു അഹിംസയേക്കാൾ എത്രയോ ബെറ്റർ ആണ്, ഉന്നത തലത്തിലാണെന്ന് ഇവിടെ പറഞ്ഞു തരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വപ്രാണാദ്യഃ പരപ്രാണൈഃ പ്രപുഷ്ണാത്യഘൃണഃ തദ്വതസ്ഥസ്യ ഹി ശ്രേയോ യദ്ദോഷാദ്യാത്യതഃ പുമാൻ. എല്ലാവർക്കും ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വപ്രാണാദ്യഃ പരപ്രാണൈഃ പ്രപുഷ്ണാത്യഘൃണഃ യദ്ദോഷാദ്യാത്യതഃ പുമാൻ. ഹരേ കൃഷ്ണ. സ്വപ്രാണ ഒരുവന്റെ സ്വജീവൻ. ആരാണോ പരപ്രാണൈ മറ്റുള്ളവരുടെ ജീവൻ എടുത്ത് പ്രപുഷ്ണാദി ഉചിതമായി സംരക്ഷിക്കുന്നു. അഘൃണഃ ലജ്ജയില്ലാത്ത, ഖലഃ നികൃഷ്ടനായ, തത്വതഃ അവനെ വധിക്കരുത്. തസ്യ അവന്റെ ഹി നിശ്ചയമായും ശ്രേയഃ നന്മയ്ക്കായി യത് ഏതിനാൽ ദോഷത്താൽ യാതി പോകുന്നു അഥ താഴോട്ട് കുമാൻ ഒരു വ്യക്തി. വർത്തനം ഭാവാർത്ഥം ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മറ്റുള്ളവരുടെ ജീവനെ അപഹരിച്ച് സ്വ അസ്തിത്വം സംരക്ഷിക്കുന്ന നിഷ്ഠൂരനും നികൃഷ്ടനുമായ ഒരാൾ അവന്റെ തന്നെ നന്മയ്ക്കായി വധിക്കപ്പെടാൻ അർഹനാണ്. അല്ലാത്ത പക്ഷം സ്വകർമ്മത്താൽ അവൻ നിശ്ചയമായും അധപതിപ്പിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾക്കറിയാം അശ്വത്ഥമാവ് എന്തിനാണ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചത്? പ്രാണരക്ഷാർത്ഥം എന്ന് പറഞ്ഞു അല്ലെ. പ്രാണരക്ഷാർത്ഥമാണ് അശ്വത്ഥമാവ് പിൻവലിക്കാൻ അറിയില്ല എങ്കിൽ പോലും തന്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചതെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഭഗവാൻ മറ്റുള്ളവരുടെ ജീവനെ അപഹരിച്ച് സ്വ അസ്തിത്വം സംരക്ഷിക്കുന്ന നിഷ്ഠൂരനും നികൃഷ്ടനുമായ ഒരാൾ അവന്റെ തന്നെ നന്മയ്ക്കായി വധിക്കപ്പെടാൻ അർഹനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തി അവന്റെ തന്നെ നന്മയ്ക്കായി വധിക്കപ്പെടാൻ അർഹനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മള് ഇനിയും, അതായത് ഇനിയും ജന്മം എടുത്തിട്ട് ഈ കഷ്ടം അനുഭവിക്കുന്നതിലും നല്ലത് നമ്മളെ വധിച്ചു കഴിഞ്ഞാൽ ആ ഒരു തെറ്റിനുള്ള ശിക്ഷയായി മാറാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മള് ഇന്നത്തെ കാലത്ത് ഒരു വധശിക്ഷയൊക്കെ വിധിക്കുന്നതാണ് അല്ലെ. കോടതി തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊലപാതകികൾക്ക് വധശിക്ഷ വിധിക്കും കോടതി. അത് അവരുടെ വരുന്ന അനുഭവിക്കാനുള്ള ആ ഒരു ഇത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, അവരുടെ പാപം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരുടെ തന്നെ നന്മയ്ക്കായിട്ട് വധിക്കപ്പെടാൻ അർഹനാണെന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ജീവനെ ഏത് വിധത്തിലും മറ്റൊരാളുടെ ജീവൻ എടുത്തിട്ടായാലും എന്റെ ജീവനെ സംരക്ഷിക്കണം എന്ന ഒരു മെന്റാലിറ്റി അശ്വത്ഥാമാവിനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തി വധാർഹനാണെന്ന് പറയുന്നു അല്ലെ. അല്ലാത്ത പക്ഷം സ്വകർമ്മത്താൽ അവൻ നിശ്ചയമായും അധപതിപ്പിക്കും. അപ്പോ
അഥവാ അവൻ അവിടെ വധിക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഇതേ തെറ്റ് ആവർത്തിച്ച് ചെയ്യും അല്ലെ. അങ്ങനെ വീണ്ടും കൂടുതൽ കൂടുതൽ അധപതിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ ഒരു ശിക്ഷ അവൻ ഏൽക്കുന്നത് കൊണ്ട് അവന് കൂടുതൽ അധപതിക്കാനുള്ള ഒരു ചാൻസ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോ അവന് ബെറ്റർമെന്റിന് വേണ്ടി തന്നെയാണ്, അവന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അത്തരത്തിലുള്ളൊരു വധശിക്ഷ അവന് കിട്ടുന്നത്. ഭാവാർത്ഥം എസി ഭക്തി വേദാന്ത സ്വാമിശ്രീ പ്രഭുപാദിജി. ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എന്നത് നിഷ്ഠൂരമായും ലജ്ജയില്ലാതെയും മറ്റൊരുവന്റെ ജീവൻ കവർന്ന് സ്വയം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായമായ ശിക്ഷയാണ്. അപ്പൊ ഇവിടെ ശരിക്കും എന്താ പറയുന്നത്? ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എന്നത് നിഷ്ഠൂരമായും ലജ്ജയില്ലാതെയും മറ്റൊരുവന്റെ ജീവൻ കവർന്ന്, അതായത് വേറൊരാളുടെ ജീവൻ കവർന്നിട്ട് സ്വയം രക്ഷിക്കുന്ന ഒരാൾക്ക് അർഹമായ ശിക്ഷയാണ് ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ എന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ അത്രയും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് അവൻ ശിക്ഷാർഹനാണ്, വധാർഹനാണ് എന്നാണ് പറയുന്നത്. ക്രൂരനായ ഒരു വ്യക്തിയെ നരകത്തിൽ പോകുന്നതിൽ നിന്നും രക്ഷിക്കുവാനായി അവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുക എന്നതാണ് രാഷ്ട്രീയ സദാചാരം. സർക്കാർ ഒരു കൊലയാളിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് കൊലയാളിയുടെ നന്മയ്ക്കായിട്ടാണ്. എന്തെന്നാൽ അടുത്ത ജന്മത്തിൽ അവന്റെ കൊലപാതക കൃത്യത്തിന് അവന് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുന്നില്ല. അത്തരം മൃത്യുദണ്ഡന ഒരു കൊലയാളിക്ക് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാകുന്നു. ജീവന് ജീവൻ എന്ന തത്വം അനുസരിച്ച് രാജാവിനാൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ സ്വർഗപ്രാപ്തിക്ക് പോലും യോഗ്യരായേക്കാവുന്ന തരത്തിൽ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ശുദ്ധരായിത്തീരുന്നു എന്ന് സ്മൃതി ശാസ്ത്രങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു രാജാവ് ശിക്ഷ കൊടുക്കുകയാണ്, മറ്റൊരു കൊലയാളിക്ക് വധശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ അതായത് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് പാപം, അതായത് നരകങ്ങളിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നാ പറയുന്നത്. എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധരായി തീരാനുള്ള ഒരു ചാൻസ് ആണ് അവർക്ക് അവിടെ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൊല എന്താണ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അശ്വത്ഥാമാവ് വധാർഹനാണ് എന്നാണ് ഇവിടെ വ്യക്തമായി പറയുന്നത്. അപ്പോ സ്മൃതി ശാസ്ത്രങ്ങളിൽ പോലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വധിക്കപ്പെടുന്ന ഒരു രാജാവിനാൽ ഒരു കുറ്റവാളി വധിക്കപ്പെടുകയാണെങ്കിൽ ആ കുറ്റവാളിക്ക് പാപങ്ങൾ ഇല്ലാതെയായി തീരുമെന്ന് സ്മൃതി ശാസ്ത്രങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പൗരധർമ്മ സംഹിതയുടെയും ധാർമ്മിക തത്വങ്ങളുടെയും ശ്രേഷ്ഠ രചയിതാവായ മനുവിന്റെ മതം അനുസരിച്ച് മൃഗത്തെ വധിക്കുന്നവനെ പോലും കൊലയാളിയായി പരിഗണിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ സംസ്കാര സമ്പന്നനായ വ്യക്തിയെ ഉദ്ദേശിച്ചുള്ളതല്ല മൃഗഭക്ഷണം. അവന്റെ പ്രഥമ കർത്തവ്യം ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിന് സ്വയം തയ്യാറെടുക്കുക എന്നതാണ്. ഒരു മൃഗത്തെ കൊല്ലുന്ന പ്രവൃത്തിയിൽ ഒരു സംഘം പാപികളുടെ ക്രമമായ ഗൂഢാലോചനയുണ്ടെന്ന് മനു പറയുന്നു. ഗൂഢാലോചനയിൽ പങ്കുചേർന്ന് സംയുക്തമായി നരഹത്യ ചെയ്തവരെ എന്ന പോലെ ഇവരെല്ലാവരും തന്നെ കൊലയാളികളായി ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരാകുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോ ഇവിടെ മനുസ്മൃതി അല്ലെ, സ്മൃതിയെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് മനു എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഒരു മൃഗത്തെ കൊല്ലുന്നവന് പോലും ഏത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഈ വധശിക്ഷ, അതായത് വധിക്കുന്നതിന്റെ, മറ്റൊരാളെ കൊല്ലുന്ന അതേ ശിക്ഷ അല്ലെ, ഒരു മനുഷ്യനെ വധിക്കുന്ന അതുപോലെ തന്നെയാണ് മൃഗത്തിനെ വധിക്കുന്നയാളും കൊലയാളിയായിട്ട് പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അയാളും ചെയ്യുന്നത് കൊലപാതകമാണ്. കാരണം നമ്മൾ നമ്മുടെ നാക്കിന്റെ തൃപ്തിക്കായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അല്ലെ. നമ്മള് മനുഷ്യർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തേറ്റ പോലത്തെ പല്ല് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഓരോ ജീവികൾക്കും കൊടുത്തിരിക്കുന്ന പല്ല് അവരെ ഏത് തരം ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അനുസരിച്ചാണ്. കാരണം വലിയ ഈ അനിമൽസ്, നമ്മളെ സിംഹം, അതുപോലെ എന്താ പറയാ പന്നി, അതുപോലെ കുറുക്കൻ, ഇതിന്റെ ഒക്കെ പല്ല് പോലെ അല്ല മനുഷ്യന്റെ പല്ല് അല്ലെ, വ്യത്യസ്തമാണ്. മനുഷ്യന് പച്ചക്കറി, അതായത് വെജിറ്റബിൾസ് മാത്രം കഴിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പല്ലാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. എന്നിട്ടും നമ്മള് ഈ മൃഗങ്ങളെ തിന്നാന്ന് പറയുന്നത് നമ്മൾ തെറ്റായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു മൃഗങ്ങളെ തിന്നാനുള്ള പല്ലല്ല നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത്. അപ്പൊ ഭഗവാനാൽ നിയുക്തമായത് മാത്രമേ നമ്മള് ഈശോപനിഷത്തിൽ പഠിക്കുന്നുണ്ടല്ലേ, നമുക്ക് എന്താണോ അർഹിക്കപ്പെട്ടത് അത് മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ. അപ്പൊ അതല്ലാതെ ചെയ്യുന്നതൊക്കെ എന്താണ്? തെറ്റായ പ്രവൃത്തിയാണ് അല്ലെ. ഇവിടെ മനുഷ്യരെയല്ല മൃഗങ്ങളെയാണ് കൊല്ലുന്നതെങ്കിൽ പോലും ആ വ്യക്തി ഒരു കൊലയാളിയായി കണക്കാക്കണമെന്ന് മനു പറഞ്ഞു തരുന്നു. അപ്പോ നമ്മളൊരു മനുഷ്യ ജന്മം എന്തിനു വേണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഭാഗവതം പറയുന്നു, സഭൈ പുംസാം പരോധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. അപ്പോ നമ്മളൊരു മനുഷ്യ ജന്മം കിട്ടിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ ആരാധന ചെയ്യാനല്ലേ. ഏതോ ഭക്തിരഥോക്ഷജേ, ഭഗവാനെ ആരാധിക്കുക, ഭക്തിയുദ്ധ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ കാണുന്ന മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നാൻ വേണ്ടിയിട്ടല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മളും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, അത് നമ്മൾ മാത്രമല്ല, ചെയ്യുന്ന ആൾക്ക് മാത്രമല്ല, അതിന് ഗൂഢാലോചന ചെയ്യുന്നവർക്ക് പോലും
കൊലയാളിയായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. അതായത് അതാണ് നമ്മൾ ഈ 4 യമനിയമങ്ങൾ പാലിക്കുക എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്. നമ്മള് ഭക്ഷണം അതായത് നോൺ വെജ് കുക്ക് ചെയ്ത് കൊടുത്താല്, അതുപോലെ നോൺ വെജ് കുക്ക് ചെയ്ത ഭക്ഷണം കഴിച്ച പാത്രം കഴുകിയാല്, പിന്നെ അതുപോലെ കുക്ക് നമ്മൾക്ക് വേണ്ടിയല്ല, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്താല്, ചെയ്തു കൊടുത്താല്, ഇതിനു വേണ്ടി എന്ത് ചെയ്താലും അല്ലെ, അതിനൊക്കെ അവർക്കൊക്കെ എന്താണ് പാപത്തിന്റെ ഫലം. ഇതൊക്കെ ഈ ഒരു കൊലപാതകയുടെ അതേ ഫലമാണ് അവർക്ക് കിട്ടുന്നത്. ശരിക്കും ഒരു കൊലയാളിയാണ് അവരൊക്കെ എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ എന്താ പറയുന്നേ, ഗൂഢാലോചനയിൽ പങ്കുചേർന്ന് സംയുക്തമായി നരഹത്യ ചെയ്തവരെ എന്ന പോലെ ഇവരെല്ലാവരും തന്നെ കൊലയാളികളായി ശിക്ഷിക്കപ്പെടാൻ ബാധ്യസ്ഥരാകുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അനുവാദം നൽകുന്നവനും മൃഗത്തെ വധിക്കുന്നവനും കൊല്ലപ്പെട്ട മൃഗത്തെ വിൽക്കുന്നവനും മൃഗത്തെ പാകം ചെയ്യുന്നവനും മൃഗഭക്ഷണത്തെ വിതരണം ചെയ്യുന്നവനും അവസാനം അത്തരം പാകം ചെയ്ത മൃഗമാംസം ഭക്ഷിക്കുന്നവനും എല്ലാം കൊലയാളികളാണ്. ഇതാണ് ഇവിടെ വ്യക്തമായിട്ട് മനു പറയുന്നത്. അവരെല്ലാം തന്നെ പ്രകൃതി നിയമത്താൽ ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. ഭൗതിക ശാസ്ത്രം എത്രയൊക്കെ വികാസം പ്രാപിച്ചാലും ആർക്കും തന്നെ ഒരു ജീവാത്മാവിനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ആകയാൽ ഒരാളുടെ സ്വതന്ത്ര വ്യാമോഹം അനുസരിച്ച് ഒരു ജീവിയെ വധിക്കാൻ ആർക്കും തന്നെ അധികാരമില്ല. മൃഗഭോജികൾക്കായി ധർമ്മശാസ്ത്രങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി മാത്രം മൃഗബലി അനുവദിച്ചിരിക്കുന്നു. അത്തരം അനുമതികൾ നൽകിയിരിക്കുന്നത് കശാപ്പുശാലകൾ തുറക്കുന്നത് തടയാനാണ്, അല്ലാതെ മൃഗവധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോ ഇവിടെ എന്താ പറയുന്നത്, നമ്മള് മൃഗത്തെ ബലി അർപ്പിക്കാറുണ്ട് അല്ലെ, ഓരോ ദേവീ ദേവന്മാർക്കൊക്കെ ബലി അർപ്പിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് കൂടിയേ തീരുമെങ്കിൽ അത്തരത്തിലുള്ള ബലി അർപ്പിച്ച് മാത്രമേ നമ്മള് അത് കഴിക്കാവുള്ളൂ. പക്ഷെ അതൊന്നും തന്നെ ഒരുപാട് കശാപ്പ് ശാലകള് തുറക്കാൻ വേണ്ടിയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും മൃഗവധത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ഈ ഒരു ഇത് തന്നിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതും തെറ്റാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അത് പണ്ട് കാലത്താണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കലി കാലത്തിൽ ഇതൊന്നും നമ്മൾക്ക് അനുവദനീയമായിട്ടുള്ളതല്ല. ധർമ്മശാസ്ത്രങ്ങളിൽ അനുവദിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ചുള്ള മൃഗബലി അർപ്പിക്കപ്പെടുന്ന മൃഗത്തിനും ബലി അർപ്പിച്ച മൃഗഭോജകനും നന്മ വരുത്തുന്നതാണ്. അപ്പൊ ദേവീദേവന്മാർക്ക് ബലി കൊടുത്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് രണ്ടുപേർക്കും നന്മ വരുത്തുന്നതാണെന്ന് പറയുന്നു. ബലിപീഠത്തിൽ ബലിയർപ്പിക്കപ്പെടുന്ന മൃഗം തൽക്ഷണം മനുഷ്യജന്മത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പോ ആ ഒരു മൃഗത്തിന് അന്നത്തെ കാലത്ത് സാധിക്കുമായിരുന്നു അല്ലെ. ഇന്ന് അത്തരത്തിലുള്ള ബ്രാഹ്മണരില്ലാതെ വ്യക്തമായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതായത് പണ്ട് കാലത്ത് ഇത്തരത്തിലുള്ള മൃഗബലി നടത്തുമ്പോൾ അത്തരത്തിലുള്ള മന്ത്രം ജപിച്ചിട്ട് അവർക്ക് ആ ഒരു ശരീരത്തിൽ നിന്ന് ഉത്കൃഷ്ടമായ ഒരു ശരീരത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യത, അതായത് അവർക്ക് അതിന് സാധിക്കും. ആ ഒരു ബ്രാഹ്മണർക്ക് അതിന് സാധിക്കും. അവരുടെ അത്രയും ശുദ്ധമായ നാമമാണ് അവര് ജപിക്കുന്നത്. അത്രയും കഴിവുള്ള ബ്രാഹ്മണരാണ്. പക്ഷെ ഇന്ന് കാലത്ത് അത്തരത്തിലുള്ള ബ്രാഹ്മണരില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന മൃഗബലി പോലും എന്താണ്, തെറ്റായ ഒരു പ്രവൃത്തി. അതും എന്താണ്, നമ്മുടെ രസനയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ആവുന്നുള്ളൂ. ഒരിക്കലും ആ മൃഗബലി നടത്തുമ്പോൾ അവിടെ ആ മൃഗത്തിന് ഒരു ഉത്കൃഷ്ട ജന്മം കൊടുക്കാൻ ആർക്ക് കഴിയില്ല. ഇന്നത്തെ കാലത്തെ ബ്രാഹ്മണർക്ക് സാധിക്കില്ല. ഭാഗവതത്തില് 4-ാമത്തെ സ്കന്ധത്തിൽ ഇത് വ്യക്തമായിട്ട് പ്രാചീന ഭർഷ്യത്തിന്റെ അടുത്ത് നാരദ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അവിടെ എത്തുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാം. ആ അർത്ഥത്തിൽ മൃഗബലിക്ക് നന്മയുണ്ടാകുന്നു. അതായത് ഒരു മനുഷ്യ ജന്മത്തിലേക്ക് ആ മൃഗത്തിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നന്മ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മൃഗഭോജികളെ ഘോരതരമായ പാപങ്ങളിൽ നിന്നും സമൂഹത്തിനും രാജ്യത്തിനും പൊതുജനങ്ങൾക്കും എല്ലാം എല്ലാവിധ ഭൗതിക പീഡകൾക്കും വിളനിലങ്ങളായ ഘോരമായ സംഘടിത കശാപ്പുശാലകൾ വിതരണം ചെയ്യുന്ന മാംസം ഭക്ഷിക്കുക എന്ന പാപം രക്ഷിക്കുന്നു. അപ്പോ ഇങ്ങനെ നമ്മള് മൃഗബലിയിലൂടെ നമ്മള് ആ അതായത് അത്തരത്തിലുള്ള മാംസഭോജനം ചെയ്യുമ്പോൾ അവരെ പാപകർമ്മങ്ങൾ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നു. ഭൗതിക ലോകം തന്നെ സ്വതവേ സദാ ഉത്കണ്ഠാഭരിതമായ സ്ഥലമാകുന്നു. മൃഗകശാപ്പിനെ പ്രോത്സാഹിപ്പിക്കുക വഴി മുഴുവൻ അന്തരീക്ഷവും യുദ്ധം, വിനാശകരമായ മഹാരോഗം, ക്ഷാമം എന്നിങ്ങനെ അനേക വിധങ്ങളായ അത്യാഹിതങ്ങളാൽ അധികതരമായി ദൂഷിതമാക്കപ്പെടുന്നു. ഇപ്പോ മൃഗവധം നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ എല്ലാ അന്തരീക്ഷവും ഇത് എങ്ങനെയാണ് പറ്റുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് നടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ മൃഗങ്ങളെ ആഹരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ദയ എന്ന് പറയുന്ന ക്വാളിറ്റിയാണ് ഇല്ലാണ്ടാവുന്നത്. ഈ മാംസം ഭുജിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ദയ എന്നുള്ള ക്വാളിറ്റി അങ്ങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള യുദ്ധം, അതുപോലെ മഹാരോഗം, ക്ഷാമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അല്ലെ. നമ്മള് വഴിതെറ്റി പോകുന്നു. ശരിക്കും ദയ എന്ന ക്വാളിറ്റി ഇല്ലാതിരിക്കുമ്പോൾ എല്ലാവരും എന്താണ്,
ക്രൂവൽ പീപ്പിൾ ആയി മാറും അല്ലെ. എല്ലാവരോടും ക്രൂരത ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് വരുന്നത്. അപ്പൊ തന്നെ എന്താണ് മൊത്തത്തിൽ പ്രശ്നമാവും അല്ലെ. യുദ്ധം എന്തായാലും വരും. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധുഭേവച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव वृंद की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्णा. सर्वं श्री कृष्ण. हरे कृष्ण हरे माता